കരുവന്നൂർ കേസിൽ ഇരവാദവുമായി സിപിഎം നേതാക്കളും പ്രതികളുമായ കെ രാധാകൃഷ്ണൻ എംപിയും എ സി മൊയ്തീനും പാർട്ടിയെ തകർക്കാനുള്ള ബിജെപി ശ്രമമാണ് ഇഡിയിലൂടെ നടപ്പിലാക്കിയതെന്ന് ഇരുവരും ആരോപിച്ചു. ബംഗാൾ ത്രിപുര മോഡലാണ് കേരളത്തിൽ ലക്ഷ്യമിടുന്നതെന്നും ഇരുവരും പറഞ്ഞു. സാനു കെ സജീവ് ചേരുന്നു. സാനു, പല്ലവി തന്നെയാണ് സിപിഎം നേതാക്കൾ ആവർത്തിക്കുന്നത്. ഇരവാദം തന്നെയാണ്, രാഷ്ട്രീയ പ്രേരിതം തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഈ കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതിന് ശേഷം സിപിഎം നേതാക്കളുടെ പ്രതികരണം നമുക്ക് എങ്ങനെ അതിനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും രോഹിണി, കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ രണ്ടാം ഘട്ട കുറ്റപത്രം കൊടുത്തതിന് ശേഷം സിപിഐഎം അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ വേളയിലാണ് പുതിയൊരു തന്ത്രവുമായി ഇരവാദവുമായിട്ട് സിപിഎം നേതാക്കളും ഈ കേസിലെ പ്രതികളായവർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി ദുഷ്ടലാക്കോടുകൂടി കെട്ടിച്ചമച്ച കേസ്, അതായത് ബിജെപി തയ്യാറാക്കുന്ന തന്ത്രങ്ങൾക്കനുസൃതമായിട്ട് ഇഡി പ്രവർത്തിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കേസിൽ നിന്നും അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഓരോ വാർത്തകളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രവുമായിട്ടാണ് ഈ സിപിഎം രംഗത്ത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സമാനമായിട്ടൊരു നീക്കത്തിനാണ് കേരളത്തിൽ ബിജെപി തയ്യാറെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇഡിയെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അവർ ഉപയോഗിക്കുന്നു എന്ന അടക്കമുള്ള ഒരു ഇരവാദം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ന്യായീകരണം പറഞ്ഞ് ഇതിൽ നിന്ന് തടി ഊരാനായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു നീക്കവുമായിട്ടാണ് തൃശ്ശൂരിലെ സിപിഐഎം നേതാക്കളടക്കം ഈ കേസിലെ പ്രതികളായിട്ടുള്ളവർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് കെ രാധാകൃഷ്ണൻ എംപിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, 9 മണിക്കൂറോളം കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി വന്ന കെ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞത് തന്നോട് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചോദിച്ചിരുന്നില്ല, താൻ കൊടുത്ത രേഖകൾ ഒരു വട്ടം കൂടി പരിശോധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് തന്നെ വിളിച്ചതെന്നായിരുന്നു കെ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തി. എന്തായാലും അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നതെന്ന് അന്ന് തന്നെ വ്യക്തമായതാണ്. എന്തായാലും കെ രാധാകൃഷ്ണൻ അടക്കം ഈ കേസിൽ പ്രതികളാണ്. അതേപോലെ തന്നെ സിപിഎം തന്നെ ഈ കേസിൽ പ്രതികളായി വരുന്ന ഒരു സാഹചര്യം, ഇഡിയുടെ പ്രതിപട്ടികയിൽ സിപിഐഎം തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാർട്ടി തന്നെ പൂർണ്ണമായിട്ട് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇരവാദം ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തകരെ പരമാവധി ഇതിനെതിരെയാക്കി, അതായത് ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്കെതിരെയാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടവർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിപിഎമ്മിന്റെ പുതിയ തന്ത്രങ്ങൾ ഈ ഇഡിയുടെ നടപടിക്കെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പുറത്തേക്ക് ഇറക്കാൻ അല്ലെങ്കിൽ പ്രവർത്തകരെ ഈ സമരരംഗത്തേക്ക് ഇറക്കാൻ അടക്കം സിപിഎം ആലോചിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എ സി മൊയ്തീൻ അത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ജനങ്ങളെ രംഗത്തിറക്കിക്കൊണ്ട് പ്രതിരോധിക്കും എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കേസിൽ താൻ ആർക്കും, അതായത് എ സി മൊയ്തീൻ പറഞ്ഞൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താൻ ആർക്കും വേണ്ടി ലോൺ കൊടുക്കണമെന്നോ ലോൺ തിരിച്ചടയ്ക്കണമെന്നോ അതിനൊരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ബാങ്കുമായി ബന്ധപ്പെട്ടൊന്നും മുന്നോട്ട് വെച്ചിരുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇഡി കെട്ടിച്ചമച്ചതാണെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരം ന്യായീകരണങ്ങളുമാണ് എ സി മൊയ്തീന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കെ രാധാകൃഷ്ണനും അത് തന്നെയാണ് ഏറ്റുപിടിക്കുന്നത്. ഈ ഇഡിക്കെതിരാക്കി ജനവികാരം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം ഈ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള തുടക്കം തന്നെയാണ് ഈ കേസിലെ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബംഗാൾ ത്രിപുര മോഡൽ കേരളത്തിൽ ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം ഇഡിയുടെ ഭാഗത്ത് നല്ല ബിജെപിക്ക് വേണ്ടി ഇഡി പ്രവർത്തിക്കുന്നു അടക്കമുള്ള കാര്യങ്ങളാണ് ഈ നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ അടക്കമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ശരി, സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.